പല ആളുകൾക്കും നമ്മുടെ മൊബൈൽ ഫോണിലെ ഏറ്റവും വലിയ പ്രശ്നം മൊബൈൽ ഫോണിലെ കോൺടാക്റ്റുകൾ പലപ്പോഴും സേവ് ചെയ്യുന്നത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ മൊബൈൽ ഫോൺ മാറ്റുന്ന സമയത്ത് നിങ്ങളുടെ കോൺടാക്റ്റുകളൊക്കെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ചില കോൺടാക്റ്റുകൾ മാത്രം നഷ്ടപ്പെടുക. അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ സിം കാർഡിലോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺടാക്റ്റ് നിങ്ങൾക്ക് കാണാതിരിക്കുക. ഇത്തരം പ്രശ്നങ്ങളൊക്കെ പല സുഹൃത്തുക്കളും പറയാറുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് കോൺടാക്റ്റിനകത്തുള്ള 2 ട്രിക്കാണ്. ഈ 2 ട്രിക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കോൺടാക്റ്റുകളൊന്നും നഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റുകൾ നിങ്ങൾ സേവ് ചെയ്യുന്ന കൃത്യമായി ലഭിക്കുകയും അത് നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ആ കോൺടാക്റ്റുകൾ തിരിച്ചെടുക്കാൻ സാധിക്കും. 2 ട്രിക്ക് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങളുടെ കോൺടാക്റ്റുകൾ സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഗൂഗിൾ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. ജിമെയിലുകളൊക്കെ കാണുന്നത് വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്ന മുഴുവൻ മെയിൽ ഐ ഡിയും കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും അവസാനത്തിൽ മാനേജ് അക്കൗണ്ട്സ് ഓൺ ദിസ് ഡിവൈസ് ഉള്ള ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ചില പഴയ മൊബൈൽ ഫോണിലൊക്കെ നിങ്ങളുടെ എല്ലാ മെയിലും ഇവിടെ കാണാൻ സാധിക്കും. പുതിയ മൊബൈൽ ഫോണുകളിലൊക്കെ ഇതുപോലെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ എല്ലാ മെയിലുകളും ഇവിടെ കാണാൻ സാധിക്കുക. ഇതിൽ ഏത് മെയിലാണോ നമ്മളുടെ കോൺടാക്റ്റുകൾ സേവ് ചെയ്യേണ്ടതെങ്കിൽ ആ മെയിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചറുകൾ. അതിനകത്ത് കോൺടാക്ട്സ് എന്നുള്ളത് ഇതുപോലെ ടിക്ക് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ സിങ്കായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സേവ് ചെയ്യുന്ന എല്ലാ കോൺടാക്റ്റുകളും നിങ്ങളുടെ ഈ മെയിലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയും നിങ്ങളുടെ ഫോണിലുള്ള കോൺടാക്റ്റുകളും ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് സിങ്ക് ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോൺടാക്റ്റുകൾ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് അവിടെ സൂക്ഷിക്കാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ ട്രിക്ക്. രണ്ടാമത് നമ്മൾ കോൺടാക്റ്റ് സേവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ കോൺടാക്റ്റുകൾ സേവ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരു മൊബൈൽ നമ്പർ സേവ് ചെയ്യുകയാണെങ്കിൽ കോൺടാക്റ്റ് നമ്പർ ഇതുപോലെ ടൈപ്പ് ചെയ്ത് ശേഷം ഏറ്റവും മുകളിൽ ക്രിയേറ്റ് ന്യൂ കോൺടാക്റ്റ് എന്നോ അല്ലെങ്കിൽ ന്യൂ കോൺടാക്റ്റ് എന്ന ഭാഗം കാണാൻ സാധിക്കും. ഓരോ മൊബൈൽ ഫോൺ വ്യത്യസ്തമായിരിക്കും. അത് സെലക്ട് ചെയ്ത ശേഷം ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സേവ് ടു എന്നൊരു ബോക്സ് ഇവിടെ കാണാൻ സാധിക്കും. പലപ്പോഴും നിങ്ങളുടെ ഫോണിൽ അത് ഫോൺ എന്നോ സിം കാർഡ് എന്നോ ആണ് കാണുന്നെങ്കിൽ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മെയിൽ ഐ ഡി എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ഏത് കോൺടാക്റ്റിലേക്കാണോ സേവ് ചെയ്യാൻ പോകുന്നെങ്കിൽ ആ കോൺടാക്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് വെക്കുക. ഒരു തവണ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരു കോൺടാക്റ്റ് നമ്പർ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കോൺടാക്റ്റിനും ആ മെയിൽ ഐ ഡി തന്നെ വരും. പക്ഷേ നിങ്ങൾ കോൺടാക്റ്റ് സേവ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. അതിനുശേഷം ഇവിടെ പേര് നിങ്ങൾ ആ നമ്പറിൻ്റെ പേരെന്താണെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. സെക്കൻഡ് നെയിം ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക. താഴെ കാണുന്ന ഭാഗത്ത് മോർ ഡീറ്റെയിൽസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അയാളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷന്, അദ്ദേഹത്തിൻ്റെ ജോലി, അദ്ദേഹത്തിന് 2 നമ്പർ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷന്, മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാനൊക്കെ നമുക്ക് സൗകര്യമുണ്ട്. ശേഷം ഏറ്റവും മുകളിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റ് വളരെ വേഗത്തിൽ ജിമെയിലേക്ക് സേവ് ആകും. ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ പേടിക്കേണ്ട. ഇൻ്റർനെറ്റ് എപ്പോഴാണ് നിങ്ങളുടെ ഫോണിൽ വരുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിങ്ക് ചെയ്യപ്പെടും. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. കോൺടാക്റ്റ് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി 2 ട്രിക്കാണ് നമ്മൾ പരിശോധിച്ചത്. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.